ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി തോന്നിയത്, ഏറ്റവും വലിയൊരു പരീക്ഷണമായി എനിക്ക് തോന്നിയത് ഈ മലയിടം തുരുത്ത് സംഭവം തന്നെയാണ്. കാര്യം 8 കുടുംബങ്ങളേ ഉള്ളൂ അവിടെ. പക്ഷേ അവിടെ സംഭവിച്ചിരിക്കുന്ന യഥാർത്ഥ കാര്യം 19 ഏക്കർ വരുന്ന പുറമ്പോക്ക് ഭൂമിയാണ്. സ്വാഭാവികമായും അവിടെ താമസിക്കുന്ന ആളുകളെന്തോ ഇപ്പം കുടിയേറി അല്ലെങ്കിൽ കയ്യേറി അവിടെ ജീവിക്കുന്നവർ എന്നുള്ള ഒരു പ്രതീതിയാണ് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് മുന്നിൽ കൊണ്ടു തന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. അവർ 100 വർഷമായി അവിടെ ജീവിക്കുന്ന ഒരു ആളുകളാണ്. ആ ഭൂമിയുടെ രേഖകൾ ക്ലിയർ ആയിരുന്നില്ല. അത് പുറമ്പോക്ക് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടൊരു കേസ് വരുന്നു. ആ കേസ് ഇവർക്ക് വാദിച്ച് മുകളിലേക്ക് പോകാൻ സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് അവിടെയുള്ളവർ. അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് കേസ് തിരിച്ചടിയായി കോടതി വിധി അവർക്ക് പ്രതികൂലമായി വന്നിരിക്കുന്നു. ആ കാര്യത്തിൽ എന്ത് നടപടിയാണ് ഇനി സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, മുമ്പ് ഇടത് സർക്കാർ അവിടെ ഇപ്പം ശ്രീനിജൻ അടക്കമുള്ളവർ അവിടെ വന്ന് ഇന്നും തടയുന്നത് കണ്ടു. അത് നേരത്തെ തന്നെ ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള വല്ല പദ്ധതിയും നടപ്പാക്കിക്കൂടി എന്നത്. അതല്ല അവിടുത്തെ ആളുകളുടെ പ്രശ്നം. അവർ തലമുറകളായി ജീവിച്ചു പോകുന്ന ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ആ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഒന്ന്, ഇടതുപക്ഷമാണ് എന്നുള്ളത് പ്രഖ്യാപിച്ചാണ് വി.ഡി. സതീശൻ സർക്കാർ ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്നത്. ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം. നമ്മളത് പല ആവർത്തി ചർച്ച ചെയ്തതാണ്. അതാണെന്ന് തെളിയിക്കേണ്ട ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ. കാരണം 14 തവണ ഇവിടെ ഒഴിപ്പിക്കൽ നടപടിയുമായിട്ട് പോലീസ് വന്നു. അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരിക്കുന്ന ശ്രീനിജൻ മുന്നിലിറങ്ങി നിന്നതിനെ തടഞ്ഞു. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ ഓരോ തവണ വരുമ്പോഴും നമ്മളത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോടതി വിധിയാണ്, അത് നടപ്പാക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ ഏത് വിധിയെക്കുറിച്ചും നമ്മൾ പറയുമ്പോൾ കോടതി വിധി നടപ്പാക്കേണ്ടതാണെന്ന് പറയും. പക്ഷേ എത്രയോ പ്രധാനപ്പെട്ട കോടതി വിധികൾ, സുപ്രീം കോടതിയുടെ വിധികൾ, ആ കോടതി നിർദ്ദേശിച്ചതിന് പ്രകാരം ഒറ്റയടിക്കങ്ങ് നടപ്പാക്കാതിരുന്നിട്ടുണ്ട് കേരളത്തിൽ തന്നെ എന്ന് നമുക്കറിയാമല്ലോ. ശബരിമല മുതൽ ഇങ്ങോട്ട് കിടക്കുകയാണ് യുവതി പ്രവേശം അടക്കമുള്ള വിഷയങ്ങളിലെ കോടതി വിധികളിലോട്ടുള്ള സമീപനം. ഇന്നിപ്പോൾ അവിടെ കുറേ നേതാക്കന്മാർ വന്നിട്ട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഇത് കോടതി വിധിയല്ലേ? ഇന്നാണ് കേട്ടോ അങ്ങനെ കുറേ പേരെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഇത് കോടതി വിധിയല്ലേ, അത് പിന്നെ നടപ്പാക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന കുറേ നേതാക്കന്മാരെ കണ്ടു. അത് ആണോ ഈ ഇടത് സമീപനം എന്നുള്ളത് വി.ഡി. സതീശൻ സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ എന്ത് സമീപനമായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുക. ഇന്ന് തന്നെ നമുക്ക് ഉണ്ടായ ഒരു സംഭവം, കൗതുകകരമായ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മാധ്യമപ്രവർത്തകരും അവിടുന്ന് പോയിരുന്നു. കാരണം ഇത് കഴിഞ്ഞ 14 തവണയായി ഇത് ആവർത്തിക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് ഇവിടെ തടസ്സമുണ്ട്, അതുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്ത് അങ്ങ് അവസാനിക്കും എന്ന് കരുതിയാണ് അവിടെ മാധ്യമങ്ങളൊക്കെ ചെല്ലുന്നത്. പക്ഷേ സർക്കാർ മാറി എന്നുള്ള ഒരു തോന്നൽ എന്തായാലും അവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഉണ്ടായി എന്നുള്ളൊരു പ്രതീതിയാണ് നമുക്ക് പിന്നീട് ഉണ്ടായത്. കാരണം വളരെ പെട്ടെന്നൊരു ആക്ഷനിലേക്ക് പോയി. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. ആ നിലയ്ക്കാണോ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട്. എന്തായാലും സർക്കാർ തന്നെ ഇടപെട്ട് പോലീസ് അവിടുന്ന് പിൻവാങ്ങുന്ന സാഹചര്യം തന്നെയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു നടപടി അവിടെ ഉണ്ടായി എന്നുള്ളതാണ്.